Good afternoon. Good afternoon. പാടാൻ നമ്മളെല്ലാവരും ചെറിയ പ്രകടനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാവരും ചേർന്ന് പാടുന്നു. നമുക്ക് ഒരു നിമിഷം take a moment in silence, closing our eyes and bowing our heads and praying a moment in silence to the Lord to have His presence in our life, family, community. കുർബാന പുസ്തകവും ഈ പുസ്തകവും രണ്ടും ഒന്നിച്ച് നമുക്ക് ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇടയ്ക്ക് കുർബാനയുടെ പ്രാർത്ഥനയോട് ഇതിനകത്ത് ചേർക്കും. കുർബാനയുടെ പ്രാർത്ഥനയോട് ഇതിൻ്റെ പ്രാർത്ഥന ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഉണ്ടാകുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പുസ്തകത്തിൽ പേജിക്കുന്നു. വന്ദനയുന്നു ദേവസുതൻ മണ്ണിനു ശാന്തി പകർന്നിടുവാൻ നീ കൊടുത്താലുലകിൽ മാനവധർമ്മം സ്ഥാപിക്കാം. നിത്യപിതാവിൻ തനയനിതാ മധ്യകുലത്തിനു സമ്മാനം തന്റെ പ്രവാചക വഴിയായി മുമ്പേ കരുളി തിരുവചനം സകലേശൻ പുത്രൻ വഴിയായി മൊഴിയരുളി പാപകടങ്ങൾ നീക്കിടുവാൻ രക്ഷകനിന്നു പിറന്നല്ലോ. മഹിമകൾ നിറയും സ്വർഗത്തിൽ നിന്നു പിറന്നു ദൈവസുതൻ വചനം മാംസമണിഞ്ഞല്ലോ. മാനവനിരയിൽ പാർത്തിടുവാൻ ആട്ടിടയന്മാർ വാഴ്ത്തുകയാ ബേത്ലഹേമിൽ തിരുസുതനെ. കീർത്തിക്കാം തിരുനാമം ആദരമതിൽ നാം എന്നാളും. Mother,
സമാധാനം നമ്മോടുകൂടെ. രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിരനാം താരാനിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൻ ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഉദ്ഘോഷിപ്പൂ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിന്നിതവിടെ ഭവിക്കണമേ, സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ, ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായ ദിവസത്തിന്റെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിശുദ്ധ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. ഉൾക്കൂട്ടിൽ അവതരണമായ വിശുദ്ധായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രാണകർമ്മത്തിന്റെ ഫലങ്ങൾ അർഹരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. കർത്താവെന്നും വാഴുന്നു, നിത്യം ഭൂമിക്കാമോദം, ആനന്ദത്തിൽ മുഴുകട്ടെ ദൈവസമൂഹവും അനവരതം.
ഇടപെടാതെ സ്തുതിക്കുകയും സ്ഥാപ്യമാർ പരിശീലനം നിരന്തരം ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ഞങ്ങൾ അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതി ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായ ശരീരോയർപ്പിക്കുന്നതിനും ആത്മാവിനെ രക്ഷിക്കുന്നതിനും ചെയ്ത് പരിപാലിക്കുന്നതിനുമാവും ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃത്യതയും ആരാധനയും സമർപ്പിക്കുകയും കടപ്പെട്ടവരാകും. സകലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തതുപോലെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഇട കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. Announcing peace, bearing good news, announcing salvation, and saying to Zion, your God is King. Hark, your sentinels raise a cry. Together they shout for joy, for they see directly before their eyes the Lord restoring Zion. Break out together in song, O ruins of Jerusalem, for the Lord comforts his people. He redeems Jerusalem. The Lord has bared his holy arm in the sight of all the nations. All the ends of the earth will behold the salvation of our God. The word of the Lord. ഈ പുസ്തകത്തിലെ പേജ് നോക്കുക. പേജ് നമ്പർ 4. സർവ്വജനാധനവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയ
ഞങ്ങളുടെ കർത്താവായ ജീവിതമായും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരം ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ സഹായിക്കണേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 26 മുതൽ അധ്യായം 4 വാക്യങ്ങൾ 7 വരെ. നിയമവും വാഗ്ദാനവും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണയിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. Page 5 on your Christmas service book. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, നരനായി ജഗത്തിൽ ജനിച്ചു. ഇരുളിൽ പ്രകാശം തെളിഞ്ഞു, കരളിൽ പ്രബോധം നിറഞ്ഞു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, നരനായി ജഗത്തിൽ ജനിച്ചു.
സ്ക്വയറിലും വേറെല്ലാം നമ്മളെ കൊണ്ടുവരാൻ ഇപ്പോൾ എല്ലാവരും കുറച്ച് നടത്തിയിരിക്കണം. പക്ഷെ അടുത്തോടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ഈ മുന്നിലെ സീറ്റിൽ സാധാരണ കുറച്ച് അടുത്തൊന്നിരിക്കണം. ഈ സീറ്റിലേക്ക് എല്ലാവരും അടുത്തുണ്ട്. ക്ലോസ് സമയം സൗത്ത് ജേഴ്സി മിഷന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതല്ലായിരുന്നു. ഇതിനകത്ത് മലയാളം അറിയാത്തവരാരെയും കണ്ടു? ഓൾറെഡി ഹാൻഡ്സ് ആർ കമ്മിങ് അപ്പ്. എനിവേ ബാക്കി എല്ലാവർക്കും മലയാളം അറിയാവുന്നവരാണോ? മലയാളം അറിയാത്തവർ സിൻസിയറായിട്ട് പറയാം. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം യു കൻ ടെൽ മീ സിൻസിയർലി. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഏതൊന്നും വിച്ച് ഓർ യു പ്രിഫർ ടു? Yes. Well, I'll mix it anyway, because this is a mixed community. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പലതുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, ഒരു ചെറിയ ട്രാൻസിഷന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഞാനിവിടെ നിങ്ങളുടെ ഈ പള്ളിയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് കുർബാനയ്ക്ക് വരുന്നതാണ്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ശുശ്രൂഷ നമ്മൾ ആദ്യമായിട്ട് പക്ഷേ ഇവിടെ പങ്കെടുക്കുന്നത് ഈ പിറവിയുടെ കപ്പലാണ്. കുർബാന ഉണ്ടായിട്ടുണ്ടാവും എല്ലാ വർഷവും. മറ്റൊന്ന്, ടീച്ചേഴ്സിന് ഇവിടെ ഉണ്ട്. അച്ഛനോട് കുർബാനയ്ക്ക് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കും. സംസാരിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ, സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ അച്ഛൻ സംസാരം കേൾക്കുന്നുണ്ട് ചാപ്പലില്, ആരെങ്കിലും സംസാരം നടത്താം. അല്ലെങ്കിൽ അച്ഛൻ കഴിയുമ്പോൾ അച്ഛൻ്റെ കുർബാനയ്ക്ക് പുറത്തുണ്ടാകും. സൗത്ത് ജേഴ്സിയിലുള്ള എല്ലാ അച്ഛന്മാരെയും ഞാൻ വിളിച്ചായിരുന്നു ഇന്നത്തെ കുർബാനയ്ക്ക്. പടകിലച്ഛൻ, മഞ്ഞാക്കുന്നിലച്ഛൻ, സഞ്ജയച്ചൻ, ഐനക്കിലച്ഛൻ, അവരെല്ലാം വിളിച്ചായിരുന്നു. പല കാരണങ്ങൾ അവർക്ക് വരാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. മഞ്ഞക്കുന്നിലച്ഛനും ഐനക്കിലച്ഛനും വരാൻ നോക്കാമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഐനക്കിലച്ഛൻ സിക്ക് ആയതുകൊണ്ട് അച്ഛനൊന്നും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മഞ്ഞക്കുന്നിലച്ഛൻ, സഞ്ജയച്ചനും മറ്റു ചില സാങ്കേതിക കാരണങ്ങളാലും അതുപോലെ പന്തക്കിലച്ഛനും അവർക്ക് വരാൻ പറ്റില്ല. Well, we are celebrating Christmas. Christmas is always a joyful time to all of us, many ways. Like the children are happy today, like the youngsters are happy today, and adults are happy today, we are celebrating the birth of our Messiah, Savior. Many a time we don't know how privileged we are. ഇന്നത്തെ വായന ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചെങ്കിൽ all the readings bringing us a beautiful message, a message that we all can rejoice and be happy and be proud. A message of a Messiah, a message of the presence of Jesus. Even more than 700 years before Jesus' birth, His coming was pronounced, announced, and prophesied. Who did that? Prophet Isaiah. Even before and after that, several years, we know that the prophets pronounced about, like they prophesied about the Messiah. Even in the book of Genesis, we do that. We find that God promises His own Son is coming. And when Jesus came, that prophecy was fulfilled. And what was the name? Emmanuel. That God gave. Emmanuel. You know the word Emmanuel? God is with us. In the book of Deuteronomy, chapter 4, verse 7, we read this way: Is there any nation in the world whose God has so close to them as we do have? ചിന്തിച്ചു നോക്കുന്ന ആ വാക്കുകൾ
ഈ ലോകത്തില് ദൈവം ഇത്ര അടുത്തുള്ള ഒരു ജനത മറ്റേത് ജനതയോടെ never ever any other religious leaders in the world has claimed that he is or she is or they are the son or daughter of God except Jesus. Only through Jesus we become the co-heirs of God the Father. St. Paul is asserting today in the letter to the Galatians, we are privileged and honored to call God as Abba, Father. We can call God as our Father. That's what beautiful prayer that he taught us. God, calling God as our, right? എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. Our Father who art in heaven, our Father. Nobody can call God as our Father. Even in the Old Testament, people call Yahweh. They were reluctant to call God even. They called Yahweh. And they were giving different names for God. And we are privileged to call God as our Father. Because through Jesus, the Son of God, became one among us, and dwelt among us. In the Gospel we were reading, the Word became flesh. Angelus നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ചെല്ലേണ്ട 3 നേരങ്ങളിൽ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് ആഞ്ചലസ്. അറിയാൻ പാടില്ല. മുസ്ലിംസിന്റെ പ്രാർത്ഥന എത്ര പ്രാവശ്യം നമുക്കൊക്കെ അറിയാം. 5 നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അറിയാം. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടുള്ള 3 നേരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ള പ്രാർത്ഥനയാണ് മനോഹരമായ പ്രാർത്ഥന. അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനൊക്കെയുള്ള പ്രാർത്ഥനയെ നമ്മൾ ലിറ്റർജി ഓഫ് അവേഴ്സ് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ കാനോന നമസ്കാരം എന്ന് മലയാളത്തിൽ പറയും. അന്മാർക്കുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുക ആഞ്ചലസ്, അല്ലെങ്കിൽ ത്രികാല ജപം. ഇതിലിരിക്കുന്ന മുതിർന്നവർക്കൊക്കെ അറിയാം, പിള്ളേർക്കറിയാം, എനിക്ക് സംശയം, ചെറുപ്പക്കാർക്കറിയാൻ സംശയം. നമ്മുടെ പണ്ട് കാരണന്മാരൊക്കെ ഈ 3 നേരങ്ങളിൽ ഈ ത്രികാല ജപം ചൊല്ലും. ആ കാലത്തിന്റെ ത്രികാല ജപത്തിന്റെ പൊരുള് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് മുഴുവൻ ഒരു നക്ഷലാണ്. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാ മറിയം ഗർഭധരിച്ചു. അതാണ് ആദ്യത്തെ, അല്ലെ? രണ്ടാമത്തെ എന്താണ്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. മൂന്നാമത്തെ എന്താണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. The angel of the Lord declared to Mary, and she was conceived by the Holy Spirit. Behold, the handmaid of the Lord, be it done unto me according to your word. And the word was made flesh and dwelt among us. 3 things that we pray. We are supposed to pray 3 times a day. ത്രികാല ജപം. ഈ 3 കാലങ്ങളിൽ ഈ കൊച്ചു പ്രാർത്ഥനയില് the entire salvation history is there. The fulfillment of the Messiah reality is there. നമ്മൾ 3 നേരം പ്രാർത്ഥിക്കുന്ന നമ്മുടെ കാരണന്മാരൊക്കെ പാടത്ത് പണിയെടുക്കുകയാണെങ്കിലും പറമ്പിൽ കിടക്കുകയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും അവര് പള്ളിയിലെ മണിയടിക്കുന്ന കേട്ടാൽ ഈ കുരിശു വരയ്ക്കും. പള്ളിയിൽ പണ്ട് മണിയടിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പള്ളിമണിയുടെ അടിയൊക്കെ നിന്നു. പണ്ട് കാലത്ത് മണിയടിച്ചപ്പോ നമ്മളോടൊക്കെ ചോദിച്ചാൽ പറയും ആദ്യം ചെറുപ്പം. കാരണന്മാരോട് ചോദിച്ചാൽ പറയും അത് പ്രാർത്ഥിക്കാനുള്ള സമയമാണെന്ന് പറയും. മുതിർന്നവരോട് ചോദിച്ചാൽ. ചെറുപ്പക്കാരായിട്ട് ചോദിച്ചാൽ പറയും അത് പണിക്കാർക്ക് പണി കയറാനുള്ള ഉച്ചമണി, അതിൽ ചോറിനുള്ള സമയം പറയും. ഇപ്പൊ മണി കേൾക്കാനുമില്ല. ചിലരൊക്കെ തമാശയ്ക്ക് പറയും കപ്പയാർക്ക് വേറെ പണി തരുന്നുണ്ട്, 3 നേരം മണിയടിക്കുന്നുണ്ട്, ജോലി വേണ്ടത്. പക്ഷെ അതിന് അർത്ഥമുണ്ടായിരുന്നു. 3 നേരങ്ങളിൽ ഈ സത്യം നമ്മൾ തുറന്ന് ഏറ്റു പറയാനും പ്രാർത്ഥിക്കാനും തിരുസഭ നമ്മൾ ഉണർത്തുന്ന ഉണർത്തുപാടിന്റെ അനുഭവം 3 നേരം മണിയടിക്കുക.
ത്രികാലങ്ങളിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. കുരിശുമണി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. അങ്ങനെ പറയാറില്ലേ? ചില ഭാഗങ്ങൾ കുരിശു വരയ്ക്കാനുള്ള പണി. ആ കുരിശു വരയ്ക്കുന്നത് നമ്മുടെ സത്യമാണ്. യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള റിയാലിറ്റി. We are affirming that Jesus is born. Word became flesh, dwelt among us. ഇന്ന് പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ റിയാലിറ്റിയാണ്. ദൈവം നമ്മോടുകൂടി. എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളാക്കാൻ വേണ്ടി മനുഷ്യനെടുത്ത്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ, ഇന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷമാണ്. നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ഒത്തിരിയേറെ ധാരാളം ദൈവികമായിട്ടുള്ള ചിന്തകളും. യോഹന്നാന്റെ സിമ്പിൾ എന്ന് അറിയാവോ? Gospel of St. John, the symbol of Gospel of St. John. ഓരോ സുവിശേഷം ഒരു സിമ്പിൾ. അതെന്താണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള സിമ്പിൾ? എന്താണ്? കഴുകൻ. That's right. ഈഗിളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ സിമ്പിൾ ഈഗിളാണ്. എന്ന് പറഞ്ഞാൽ അത് ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന ദൈവിക ചിന്തകളുടെ മുഴുവൻ ആകത്തുകയാണ് ആ വേദപുസ്തകം, ആ ഗോസ്പൽ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വഴിയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. Everything was created by him and through him. അവൻ വെളിച്ചമായിരുന്നു. യോഹന്നാൻ എന്നൊരു മുൻപ് വന്നു, ആ വെളിച്ചമായിരുന്നില്ല. വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞാൽ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. The real light was coming to the world. വെളിച്ചില്ലാത്തതിന്റെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് നമുക്കൊക്കെ. ക്രിസ്മസ് ഈസ് ദ സീസൺ, ദ ഫീസ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയാറുണ്ട്. ലോകമെന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം, പ്രത്യേകിച്ച് അമേരിക്കയിൽ കാണുമ്പോൾ എല്ലായിടത്തും ലൈറ്റ് ഡെക്കറേഷൻസ്, സ്ട്രീറ്റ്, ബിൽഡിങ്സ്, ഹൗസസ്, offices, everything, everywhere we find lights. The symbol of Jesus' presence. പണ്ട് നമ്മൾ നക്ഷത്രം തൂക്കാറുണ്ട് ക്രിസ്മസിന്റെ അവസരത്തിൽ. നക്ഷത്രം അത് വെളിച്ചത്തിന്റെ പ്രകാശം. ദൈവം വെളിച്ചമായിട്ട് ഭൂമിയിൽ വന്ന ദൈവപുത്രന്റെ ഓർമ്മയാണ്. രാജാക്കന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രമായിരുന്നു. ദൈവപുത്രന്റെ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തിന്റെ പ്രതീകമായിട്ട് നമ്മുടെ വീടുകളിന്റെ മുമ്പിലും നക്ഷത്രം തൂക്കാറുണ്ട്. ഞാൻ ഓർക്കാൻ ചെറുപ്പത്തിൽ ഞാനൊക്കെ വലിയ പുളിമരത്തിന്റെ മുകളിൽ കയറി അന്ന് കരിന്തിരി മണ്ണെണ്ണ വിളക്ക് ലൈറ്റ് ബൾബ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. പണ്ടത്തെ ബൾബിന്റെ അതിന് മൂവാകം തുറന്നോളാം അതിനകത്ത് തിരികിട്ട് ആ ബൾബില് മണ്ണെണ്ണ ഒഴിച്ചു വെച്ച് തിരി വെച്ചിട്ട് കത്തിച്ച കാര്യം മരത്തിന്റെ മുകളിൽ കയറി രാത്രി പാതിരായി നക്ഷത്ര വിളക്ക് കയറിയത്. The light came. We do need light. Without light we will be scrambling and stranded and we will be confused, distracted. വെളിച്ചമുള്ളപ്പോൾ എന്തോരം സന്തോഷം നമുക്ക്. വെളിച്ചമില്ലെങ്കിൽ എന്തോരം അസ്വസ്ഥത നമുക്കൊക്കെ. വെളിച്ചമില്ലാത്തതിന്റെ അനുഭവമുള്ളവർ ധാരാളം. ഹെലൻ കെല്ലർ അവളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുള്ളതാണ്. അന്ധർക്ക് വേണ്ടിയിട്ട് ലിപി ഉണ്ടാക്കിയവളാണ്. ലിപി ഉണ്ടാക്കിയത് ഹെലൻ കെല്ലർ. അത് ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചയില്ലാത്തവരെ രക്ഷിക്കാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി അവർക്ക് ലിപി ഉണ്ടായി. ഹെലൻ കെല്ലർ ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. അവര് പലരുടെയും പ്രചോദനമായിട്ട് മാറിയായിരുന്നു. അവളുടെ അകക്കാമ്പിന്റെ വെളിച്ചമുണ്ട്. അവൾക്ക് അകക്കാമ്പിനെ വിളിച്ചു കൊടുത്ത് ആരാന്നറിയാമോ? ഹെലൻ കെല്ലറിന് ആൻ സള്ളിവൻ എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്. അവളുടെ അടുത്തിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളിൽ സിമ്പിൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ പഠിച്ചാണ് അവള് വലിയ ഈ അറിവിന്റെ വെളിച്ചത്തിലേക്ക് മനുഷ്യൻ അയച്ചത്. അകക്കാമ്പിന്റെ വെളിച്ചം. വെളിച്ചമില്ലാത്തവർക്കൊക്കെ വെളിച്ചമായിട്ട് വന്ന തമ്പുരാന്റെ ഓർമ്മയാണ്. നമുക്കറിയാം, we do need Jesus' presence. We are walking through the life journey many a times stranded and confused without seeing the truth.
Jesus is the only one who brings the truth and the light and the life. ഭാരത മക്കളുടെ ആദ്യത്തെ പ്രാർത്ഥന വർഷങ്ങൾക്ക് മുമ്പ് ഉപനിഷത്തുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർക്കുന്നുണ്ടോ? അസതോമ സദ്ഗമയ, കേട്ടല്ലേ? തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതഗമയ. ആ വാക്കുകളുടെ 3 വാക്കുകളുടെ ആ 3 കാര്യങ്ങളുടെ പ്രാർത്ഥന അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്, അല്ലേ? അസതോമ സദ്ഗമയ, from untruth to the truth. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, from darkness to the light. മൃത്യോർമ അമൃതഗമയ, from death to life. അതാണ് ഞങ്ങൾ നയിക്കുന്ന പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ഞങ്ങൾ നയിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഭാരതത്തിലെ മക്കൾക്ക് പ്രാർത്ഥിച്ചത്. വർഷങ്ങൾക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയ്ക്ക് മുമ്പ് തോമസ് ലീഹ കൊണ്ടുവന്നത് അതാണ് ഭാരതത്തിലേക്ക്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കൊണ്ടുവന്നത് ജീസസ് ക്രൈസ്റ്റ്, who taught us, I am the way, I am the truth and the life, I am the light. ഇതാണ് കൊണ്ടുവന്നത്. ഈ റിയാലിറ്റിയാണ് നമ്മളിന്ന് ക്രിസ്മസിൽ നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ക്രിസ്മസ് പെട്ടെന്നൊക്കെ ആഘോഷം കൊണ്ട് കടന്നു പോകുമ്പോൾ ഒരു റിയാലിറ്റി മറക്കരുത്. We do need the light, we do need the truth, we do need the life as well in our life journey to be proud children of our faith and family community. നമ്മള് ചിലരൊക്കെ ജോലി കഴിഞ്ഞു വന്നുകൊണ്ടാണ് തോന്നണേ ക്ഷീണം കാണാൻ മോത്തിരിക്കുമ്പോഴും ജോലിക്ക് ക്രിസ്മസിന് ജോലി കഴിഞ്ഞാലും ഇന്ന് സന്തോഷമായിട്ട് ഇറങ്ങി പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് കുർബാന പങ്കെടുക്കും. എന്തായാലും നമുക്ക് ഇന്ന് നമ്മള് ഈ ദിവസം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിളിച്ചു കിട്ടി പോകണം. നമ്മൾ ഈ ഉദ്ദേശിച്ച് തൊട്ട് തുടങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കർത്താവ് നീ കൊണ്ടുവന്ന വെളിച്ചവും സമാധാനവും ശാന്തിയും ഒക്കെ എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ആത്മാർത്ഥോട് പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ടോണി മെലൻഡസിന്റെ കഥ. I don't know whether you have seen him. Anybody has seen Tony Melendez? New Jersey convention ഉണ്ടായിരുന്നു. അവിടെ അങ്കിള് കൈ പോകുന്നുണ്ട്. കാൾസ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ടോണി മെലൻഡസ് ആരെന്നറിയോ? ഞാൻ കണ്ടോന്ന് വെച്ചാൽ ആളറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല. 2 കൈയില്ലാത്ത മനുഷ്യനാണ്. കാലുകൊണ്ട് ഗിറ്റാർ വായിച്ച് ലോകമെമ്പാടും ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ. ജനിച്ചപ്പോ 2 കൈ ഉണ്ടായി. അമ്മ കഴിച്ച മരുന്നിന്റെ കാരണം കൊണ്ടോ എന്തോ അദ്ദേഹത്തിന് ജനിച്ചപ്പോ കൈ ഉണ്ടായില്ല. ഇല്ലാതിരുന്ന കൈയില്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം നിരാശനായിട്ട് തകർത്തടിഞ്ഞ് മരണപ്പെട്ടു പോയി. തനിക്ക് കർത്താവ് കൊടുത്ത കഴിവുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ടാലന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാലുകൊണ്ട് ഗിറ്റാർ വായിക്കും. അങ്ങനെ ഏകദേശം ഒരു 21-22 കൊല്ലങ്ങൾക്ക് മുമ്പ് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ കാലിഫോർണിയയിൽ വന്നപ്പോൾ, അമേരിക്കയിൽ വന്നപ്പോൾ കാലിഫോർണിയയിൽ അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ മുമ്പിൽ നിന്ന് സ്റ്റേജിന് താഴെ നിന്ന് ഗിറ്റാർ കാലുകൊണ്ട് വായിച്ച് മനോഹരമായ ഒരു പാട്ട് പാടി. എന്നിട്ടിപ്പോ മാർപ്പാപ്പ സ്റ്റേജിൽ താഴെ ഇറങ്ങി വന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ടോണി, you are a powerful witness to the world, a world where there is hopeless, a world where there is no hope. You are giving so much hope to the people. എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു. ടോണി മെലൻഡസ് ഒരിക്കല് ഞാൻ അദ്ദേഹത്തിന്റെ പല കൺസേർട്സ് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഫ്ലോറിഡ ഉണ്ടായിരുന്നു, ഞങ്ങൾ വരുത്തിയായിരുന്നു. അദ്ദേഹം പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ജനങ്ങളെ ചലഞ്ച് ചെയ്യാറുണ്ട്. അദ്ദേഹം പറയും, യു ആർ എ ബ്ലെസ്സിംഗ്. അപ്പൊ അവർ പറയും, എന്ത് ബ്ലെസ്സിംഗ് ആണെന്ന് പറയും. അങ്ങനെ അവൻ പറയും, റേസ് യുവർ റൈറ്റ് ഹാൻഡ് ആൻഡ് റേസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. Can you tell that you are not blessed when you see me without 2 arms? നമുക്ക് 2 കൈ ഉണ്ടായിട്ട് 2 കൈയില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ ബ്ലെസ്സിംഗ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റും. അവൻ പറഞ്ഞു, യു ആർ എ ബ്ലെസ്സിംഗ്.
നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ള പരമാർത്ഥം. നമുക്ക് ദൈവത്തിന്റെ കഴിവുകളെ കുറിച്ച് ചിന്തിക്കാറില്ല. നമുക്ക് പലപ്പോഴും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടാവും. എനിക്കതില്ല, എനിക്കിതില്ല. We are really blessed. Not only is really blessed with talents, we are really blessed with the many things. With the talents, and with health and strength, power, position, partner, like spouses, children, parents. Not only that. Today, in a special way, we are really blessed to have a Messiah who made us as brothers and sisters through Him to call God as our Father, Abba. Let us celebrate His birth. Let us celebrate Jesus' birth today with hope and trust and faith. തമ്പുരാന്റെ മുമ്പാകെ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഉണ്ണീശോയുടെ രൂപമാണ് അവിടെ ഉള്ളത്. ഉണ്ണീശോയുടെ രൂപം ഞാൻ പറയുമ്പോൾ ഉണ്ണീശോ രൂപം എന്ന് പറയാൻ കാരണം അവിടെ ആ രൂപം തൊട്ട് വണങ്ങി പോകുമ്പോൾ മനസ്സിലോർക്കണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവത്തിൽ. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ. കഴിഞ്ഞ ദിവസം ഷാലോട്ട് ടിവിയില് മാത്യു വെള്ളാനിക്കലെ ചെന്റെ ഗുരുവാണ് മനോഹരമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഉള്ളിലാറ്റിലെ ഒരു പ്രാവശ്യം ഗ്രൂപ്പ് കൊണ്ടുപോയപ്പോ അവിടെ ഉണ്ടായിരുന്ന മാത്യു ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ നാട് എന്നാണ്. എന്തുകൊണ്ടാണ് മാത്യു പറയായിരുന്നു വെള്ളാനിക്കലച്ച്, എന്തുകൊണ്ടാണ് ഈശോ ബെത്ലഹേമിൽ പിറന്നത്? കാരണം അന്ന് ലോകത്ത് ധാരാളം സ്ഥലം ഉണ്ടായിരുന്നില്ലേ. ബെത്ലഹേം അത്ര അറിയപ്പെടുന്ന സ്ഥലം ഒരു കുഗ്രാമമുള്ള സ്ഥലമാണ്. കർത്താവ് എന്തുകൊണ്ടാണ് ഈ അപ്പത്തിന്റെ നാട്ടിൽ താമസിക്കാൻ വന്ന് പിറക്കാനുള്ള കാരണം ജീവന്റെ അപ്പം തരാൻ വേണ്ടി വന്നവനാണ് യേശു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ് എന്റെ പിന്നാലെ എനിക്കറിയാം, പക്ഷേ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കും, പരിശ്രമിക്കും. Jesus gives us the bread of eternal life, His own body and blood. നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി വന്നവനായതുകൊണ്ട് അപ്പത്തിന്റെ നാട്ടിൽ ജനിച്ചു എന്ന് പറയും. The land of bread is known as Bethlehem. നമുക്കിന്ന് തമ്പുരാന്റെ മുമ്പാകെ പ്രാർത്ഥിക്കാം. ഈശോയുടെ മുമ്പാകെ തൊട്ടുവണങ്ങുമ്പോൾ പറയുന്ന ദൈവമേ, എന്നെ പ്രകാശമുള്ളവനാക്കണേ, എന്റെ അന്ധത മാറ്റി എനിക്ക് വെളിച്ചു തരണേ, നന്മ തിന്മ തിരിച്ചറിയാനുള്ള സത്യം തരണേ, എന്റെ ജീവന്റെ സാക്ഷ്യത്തിനായിട്ട് ജീവന്റെ മക്കളാടി വ്യാപരിക്കാൻ അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. എന്റെ മാർഗമായിട്ട് മാറണേ, എന്റെ ജീവനായിട്ട് മാറണേ പ്രാർത്ഥിക്കും. തമ്പുരാൻ പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഉള്ള തുറന്ന് ബലിയർപ്പിച്ച് ഇവളെല്ലാം അനുഗ്രഹിക്കട്ടെ. I wish you all a Merry Christmas and glad and good time in your family, community, relationship. God bless you. ഈ പുസ്തകത്തിലുള്ള പേജ് നമ്പർ 8 8ാമത്തെ പേജിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. വിനീതരായ വിധേയരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യശിശുവിന്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ, തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പരദീസായുടെ വാതിൽ തുറന്നിരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവസം വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ബെനഡിക്ട് 16 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജേക്കബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ,
നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, പ്രിയപ്പെട്ടവരായി നിന്നെ ഉൾക്കൊള്ളാൻ ഉൾക്കാഴ്ചയും ഉൾത്തെടുക്കുന്നത് ഞങ്ങളുടെ മനസ്സുകളെയും ജീവിതത്തെയും കുടുംബങ്ങളെയും കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ചുകൂടുവാനും അവസരം കിട്ടിയ ഈ ദേവാലയത്തിന് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ മക്കളെയും, ഈ ശുശ്രൂഷയ്ക്ക് അണിച്ചൊരുക്കുന്ന എല്ലാ മക്കളെയും, ഇവിടെ സന്നിഹിതരായ എല്ലാ കുടുംബങ്ങളെയും കൂട്ടായ്മയെയും, ഞങ്ങളെ എല്ലാ ഉപകാരികളെയും, ഞങ്ങളവരെ സഹായിച്ച എല്ലാ മക്കളെയും എന്റെ സാന്നിധ്യം കൊണ്ട് സഹായം കൊണ്ട് സന്തോഷം കൊണ്ടും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേഫിനോടും വിനീതരായോടും കൂടി ഞങ്ങളും ദൈവവൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവപ്രോചിതമായ ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശുക അവതരണാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവെ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവാദിയമേ, സാർവത്രിക സ്നേഹവുമായ സഭയിലെ കരുണയേറിയ വലം കൈനീട്ടണമേ. ദൃശ്യവുമായ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഞങ്ങളുടെ ഉപവാസ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരും യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ബന്ധപ്പെടുത്തുന്ന പ്രവൃത്തികളാൽ ജീവിതകാലം പ്രതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ
ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തെ ഒന്ന് ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശ്വരശിയായ നാമത്തിൽ സ്നാനം കരാനെ ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഒപ്പം സ്വതന്ത്രങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാവമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ വിശുദ്ധ കുർബാന വിശുദ്ധത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവരുടെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. പ്രസാദോരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. Child is this who laid to rest on Mary's lap is sleeping.
എന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടവരട്ടെ. എന്നെ പരിശുദ്ധനെന്ന് പാടിപ്പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. എന്റെ സജീവ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിലനിൽക്കട്ടെ. സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളവരുടെയും യാതനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ എന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ സകല മനുഷ്യ സങ്കല്പങ്ങൾക്കും അതീതമായ ദൈവത്തിനാം ശിശുവായ ഉൾത്തൊട്ടിൽ പിറന്നുവല്ലോ. ഞങ്ങൾ അർപ്പിച്ച ഈ ബലിയിൽ അവിടുന്ന് സ്വയം സമർപ്പിച്ച അപ്പത്തിന്റെയും വീഞ്ഞിന്റെ സാദൃശ്യത്തെ നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എളിയ സാഹചര്യങ്ങളിൽ പോലും അങ്ങയുടെ സാന്നിധ്യം അന്വേഷിക്കുവാനും വിവേചിച്ചറിയുവാനും ഉൾക്കാഴ്ച പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും മനുഷ്യാവതാരം വഴി മനുഷ്യവർഗത്തെ ആനന്ദിച്ച ഞങ്ങൾ നന്ദി പറയുന്നു. തിരുപ്പിറവിയുടെ സത്വാർത്ത കേട്ട് ആനന്ദിക്കുവാൻ അതറിയിക്കുവാനും വെളിയൊരാട്ടിന്മാരെ നീ അനുഗ്രഹിച്ചുവല്ലോ. ഈ സത്വാർത്ത ആഴത്തിൽ ഉൾക്കൊണ്ട് ലോകത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സ്വർഗീകരണോട് ചേർന്ന് ഞങ്ങളുടെ ദൈവത്തിന്റെ സ്തുതി നിരന്തരം പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. വഴി
നിത്യപുരോഹിതനായ ഈശോ അങ്ങയുടെ വിശുദ്ധമായ ശരീരത്തെ സന്തോഷമെടുക്കുന്ന അവരുടെ പുസ്തകങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളട്ടെ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയം നിർവഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. അങ്ങേ ദൈവസ്നേഹം അവരെ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രേരണകൾ സമൃദ്ധമായി നൽകട്ടെ. അവരുടെ ശുശ്രൂഷിക്കുന്ന മികച്ച ആശ്വാസവും അടുത്ത സ്വഭാവത്തിന് മഹത്വമായി തീരട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഒരുമിച്ച് നമ്മുടെ ഈ പുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ പൈതലായ യേശു എന്ന പാട്ട് പാടിയാൽ നിങ്ങളെ കുട്ടികളുടെ ബീറ്റ് സോങ്സ് ഈ പാട്ടൊക്കെ പാടിയാലോ? നമുക്ക് ഈ പുസ്തകത്തിലെ പേജ് നമ്പർ 1-2 പൈതലായ യേശു എന്ന പാട്ട് പഠിച്ചു. എല്ലാം ഒന്നിച്ചു പാടാം. ഉന്നതരേ, നിങ്ങൾ തൻ
നല്ലോണം ഇപ്പൊ പഠിക്കും